അവിടെ അങ്ങോട്ട് ഞാൻ പിടിക്കണോ? ഞാൻ പിടിക്കാം. അങ്ങോട്ട് പോകണ്ട. അങ്ങനെ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് നമ്മളിവിടെ കണ്ണൂർ വിസ്മയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ വാട്ടർ തീം പാർക്കിലും പോയതാണ്, വിസ്മയ ഒഴിച്ച്. പിന്നെ ചെന്നൈയിലും കോയമ്പത്തൂരൊക്കെ പോയിട്ടുണ്ട് വാട്ടർ തീം പാർക്കിൽ. അപ്പോൾ വിസ്മയ ഇതുവരെ വന്നിട്ടില്ല. കാരണം വിസ്മയ എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കുറേ നേരം ബസ്സിലിരിക്കേണ്ട ഒരു ഗതികേടുള്ളത് കൊണ്ട് വിസ്മയ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. പക്ഷെ ഇപ്രാവശ്യം കണ്ടോ, ഞാൻ സക്സസ്ഫുള്ളി ഇത്ര നേരം ബസ്സിലിരുന്ന് യാത്ര ചെയ്ത് ഞാൻ യൂഷ്വലി ബസ്സിൽ കയറി കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്യുന്ന ടൈപ്പ് ആളാണ്. അങ്ങനത്തെ ഒരാളാണ്. ബസ്, കാറ്, ഈ വക സംഭവമൊന്നും പറ്റില്ല. എനിക്ക് പ്ലെയിനൊക്കെ പറ്റുള്ളൂ. പ്ലെയിന്, സ്കൂട്ടർ, ഓട്ടോ ഇതൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്ത്, അതും ബസ്സിൽ ഞാൻ യാത്ര ചെയ്ത് ഇതുവരെ എത്തി എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. പക്ഷെ ഇവക്കാട്ടോ ഇപ്പൊ വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടോ? ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് പറയൂ. ടിക്കറ്റ് ചാർജ് എത്രയാണ്? 690. പിന്നെ ആർക്കും അറിയാത്തൊരു കാര്യം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ കണ്ടുപിടിച്ചു. എന്താണത്? അതെ, 15 സ്ത്രീകൾ ഒന്നിച്ച് വരികയാണെങ്കിൽ കുടുംബശ്രീയുടെ ലെറ്റർ ഉണ്ടെങ്കിൽ അവർക്ക് 690 കൊടുക്കേണ്ട സ്ഥലത്ത് 500 രൂപ കൊടുത്താൽ മതി ഒരാൾക്ക്. പക്ഷെ നമുക്ക് കുടുംബശ്രീന്റെ ലെറ്റർ ഇല്ല. ഞങ്ങൾ കുടുംബശ്രീയുടെ അംഗങ്ങളല്ല. അത് എനിക്ക് വേണമെങ്കിൽ 5 മുതൽ 12 കയറാറുണ്ട്. സീനിയർ സിറ്റിസണിന് 400 അല്ലേ? 400 കൊടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു നിഗമനം. 400 മതി. ID കാർഡ് കൊണ്ടുവരണം, ആധാർ അങ്ങനെ എന്തെങ്കിലും. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറി ക്ലോക്ക് റൂമിലൊക്കെ നമ്മളുടെ സാധനങ്ങളൊക്കെ വെച്ചു. ക്ലോക്ക് റൂമിൽ 200 ആണ് പേ ചെയ്തത്. ബട്ട് നമ്മൾ തിരിച്ചു പോകുമ്പം, നമ്മൾ കീ തിരിച്ച് ഏൽപ്പിക്കുമ്പം നമുക്ക് കുറച്ച് പേയ്മെൻറ്റ് കൊടുത്തതെന്ന് കുറച്ചൊരു 100 or 150 തിരിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറാൻ പോകുന്നത് കേബിൾ കാറിലാണ്. ഇപ്പോൾ തന്നെ നല്ല ക്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ എൻട്രി ഫീയും കൂടുതലാണ് വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇതിന് വിഷയമുണ്ട്. പക്ഷെ അത്ര കുലുക്കുണ്ടാവില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. അങ്ങനെ ഞങ്ങൾ 3D ഷോ ഒക്കെ കണ്ടു. 3D ഷോ വാസ് ഫൈൻ. അത്ര ഭീകരമായിട്ടുള്ള 3D ഷോ ഒന്നും അല്ല. നെക്സ്റ്റ് നമ്മൾ മിറർ മാജിക്കിലേക്കാണ് പോകുന്നത്. അതെ, ഞങ്ങൾ കോളേജിൽ നിന്ന് IV പോയിട്ടുള്ള കാലിക്കറ്റ് പ്ലാനറ്റോറിയത്തിൽ ഈ മിറർ മാജിക് ആ സംഭവം തന്നെയല്ലേ ഇവിടെ ഉള്ളത്? ആ സംഭവം ചുമ്മാ അങ്ങനെ പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ മിറർ മാജിക് വെറും 2 മിനിറ്റ് കൂടി എടുത്തിട്ടുണ്ടാവില്ല അല്ലേ? 1 മിനിറ്റ് കൊണ്ട് കണ്ടു തീർത്ത്. കോഴിക്കോടുള്ളവർ കോഴിക്കോട് പ്ലാനറ്റോറിയത്തിലുള്ള മിറർ മാജിക് കാണാൻ പോവുക. ഇത് അതിൻ്റെ ഒരു 30% പോലും ഇല്ല. ഇനി അടുത്ത റൈഡ്. ഇവിടെയുള്ള കൂടുതൽ റൈഡുകളും ആദ്യ റൂബിയാണ് കയറുന്നത്. കാരണം എനിക്ക് സ്പീഡ് ചെറിയ ഇഷ്യൂ ഉള്ള ആളാണ്.
ഹൈറ്റ് ഒന്നും വലിയ സീനല്ല, ഹൈറ്റ് ഒന്നും സീനേ അല്ല, സ്പീഡാണ് പ്രശ്നം. പിന്നെ ഈ ഹാറ്റ് കണ്ടോ, വെയിലിൽ നിന്ന് നല്ലൊരു സംരക്ഷണമാണ്. ഇതെനിക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ കോളേജിലുള്ള ഒരു ഫ്രണ്ട് തന്നെ തന്നതാണ്. കൊള്ളാം. അവൻ എവിടെ പോയി വന്നപ്പോൾ, എനിക്ക് തോന്നുന്നു ഊട്ടി പോയി വന്നപ്പോൾ അവൻ കൊണ്ടുവന്നതാണ്. ഞാൻ ഊട്ടിയിലേക്ക് പോകുമ്പം ഇതുപോലത്തെ ട്രെയിനിലാണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോയതും വന്നതും ഒക്കെ അങ്ങനത്തെ ഒരു ട്രെയിനിലാണ്. അപ്പോൾ കറക്റ്റ് ഊട്ടി ട്രെയിനല്ല, എന്നാലും അതിൻ്റെ ഒരു മിനി വേർഷൻ. ഊട്ടി ട്രെയിനേക്കാളും ഇരിക്കാനൊക്കെ നല്ല വിസ്താരമുള്ള സീറ്റുകളാണ്, നല്ല കാറ്റുണ്ട്. ട്രെയിനൊക്കെ കഴിഞ്ഞു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമ്മൾ ഹൊറർ കേവിലേക്കാണ് പോകുന്നത്. മുൻപ് ഞാൻ പല ഹൊറർ കേവ്സ് കണ്ടിട്ടുണ്ട്, ഐ ഡോണ്ട് നോ അതിനേക്കാൾ ബെറ്റർ ആണോ ഇതെന്ന് നോക്കാം. അതിൻ്റെ അകത്ത് കയറാൻ പേടിച്ചിരിക്കുന്നത് ആ ഒരാളെ കാണിച്ചു തരാം. പിന്നെ CCTV ഉണ്ട് അകത്ത്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ കയറുകയാണ്. അവിടെ ആളുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം, അതായത് പ്രിയപ്പെട്ട ഒരുപാട് പേരുണ്ട്, അവരിൽ കുറച്ച് പേരോടൊപ്പം വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന്, സ്വന്തം നാട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ റെസ്റ്റോറൻറ്റിലെത്തി. ഇനി ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് വാട്ടർ റൈഡൊക്കെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. നല്ല വലിയ റെസ്റ്റോറൻ്റ് ആണോ, വലിയ റെസ്റ്റോറൻ്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഡിഷസും ഇവിടെ അവൈലബിൾ ആണ്. നല്ല ചൂടാണ് മാത്രം. ഒരുപാട് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് വാട്ടർ റൈഡ്സിലൊക്കെ കയറി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചാണ് ഞങ്ങൾ വിസ്മയനോട് വിട പറഞ്ഞത്. അതൊന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല, കാരണം വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ഈ ഫോണും കൊണ്ട് നടക്കുന്നത്, ഫോണും കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയതുകൊണ്ട് ഫോണൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അത്രയും നേരം വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തത്. എനിക്ക്